പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന് കനത്ത രാഷ്ട്രീയ തിരിച്ചടി. തിരഞ്ഞെടുപ്പിലെ വലിയ പരാജയത്തിന് പിന്നാലെ തന്നെ പാർട്ടിക്കുള്ളിൽ കലാപ സമാനമായ സാഹചര്യമാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ തന്നെ നേതൃത്വത്തിനെതിരെ പരസ്യ വിമർശനവുമായി രംഗത്തെത്തിയതോടുകൂടി തന്നെ തൃണമൂൽ കോൺഗ്രസിൽ പ്രതിസന്ധി ഇപ്പോൾ രൂക്ഷമാവുകയാണ്. മമതയാകട്ടെ സ്ഥിതിഗതികൾ പോലും തങ്ങളുടെ പരിധിയിലേക്കും അല്ലെങ്കിൽ അത് നിയന്ത്രണ വിധേയമാക്കാൻ പോലും കഴിയാത്ത വിധം കഷ്ടപ്പെടുകയാണ്. കയ്യിൽ നിന്ന് അധികാരം പോയതിനു ശേഷം ഇപ്പോൾ മമതയാകട്ടെ മമതയെ വളഞ്ഞിട്ട് ആക്രമിക്കാനുള്ള കൂടുതലായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നതായിട്ടാണ് ഇവിടെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അഴിമതി ആരോപണങ്ങൾ, RG കാർ ആശുപത്രിയിലെ വനിതാ ഡോക്ടറുടെ കൊലപാതക കേസ്, സംസ്ഥാനത്തെ ക്രമസമാധാന തകർച്ച, ഈ വിഷയത്തിൽ പാർട്ടി നേതൃത്വം മൗനം പാലിക്കുന്നു എന്നതാണ് വിമത നേതാക്കളുടെ ആരോപണം. പാർട്ടിയുടെ നിലപാട് ജനങ്ങൾക്കിടയിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കിയെന്നും അവർ തുറന്നു പറയുകയാണ്. അതുപോലെ തന്നെ ഇതിനിടയിലാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് രാജ്യസഭാ MP ആയ സുഖേന്ദു സീക്കർ റോയി നടത്തിയ പരാമർശങ്ങൾ വലിയ രാഷ്ട്രീയ കോളിളക്കത്തിന് വഴിവെച്ചിരിക്കുന്നത്. പാർട്ടി ഉടൻ തന്നെ തകരാൻ സാധ്യതയുണ്ടെന്ന ഗുരുതര മുന്നറിയിപ്പായിരുന്നു അദ്ദേഹം നൽകിയത്. ദേശീയ തലത്തിൽ തൃണമൂലിന് വിശ്വാസ്യത നഷ്ടമായി എന്നും ഇനി മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ സഖ്യത്തിനായി തന്നെ മുന്നോട്ട് വരില്ല എന്നതായിരുന്നു അദ്ദേഹം പറഞ്ഞതും. അതേപോലെ തന്നെ കൊൽക്കത്തയിലെ RG കാർ ആശുപത്രിയിൽ യുവ വനിതാ ഡോക്ടർ കൊല്ലപ്പെട്ട സംഭവം രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഈ കേസിൽ കുറ്റവാളികളെ സംരക്ഷിക്കാൻ പോലീസിനെ ഉപയോഗിച്ചുവെന്ന ഗുരുതര ആരോപണം പോലും ഇവിടെ വലിയ രീതിയിലാണ് ഉന്നയിച്ചത്. ഈ സംഭവത്തിൽ സർക്കാരിന്റെ ഇടപെടൽ ജനങ്ങളിൽ ശക്തമായ പ്രതിഷേധം സൃഷ്ടിച്ചുവെന്നും അതാണ് തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്കെതിരായ ജനവികാരമായി മാറിയതെന്ന ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. അതേസമയം പശ്ചിമ ബംഗാളിൽ അഴിമതി നിയന്ത്രിക്കുന്നതിൽ മുഖ്യമന്ത്രി മമതാ ബാനർജി പൂർണ്ണമായും പരാജയപ്പെട്ടു എന്ന വിമർശനമടക്കം ഉയരുന്നുണ്ട്. പാർട്ടിക്കുള്ളിലെ അസന്തോഷം ഇപ്പോൾ പരസ്യമായതോടുകൂടി തന്നെ തൃണമൂൽ കോൺഗ്രസിൽ വലിയ പിളർപ്പുണ്ടാകുമോ എന്ന ആശങ്ക പോലും ഇവിടെ വലിയ രീതിയിൽ രാഷ്ട്രീയ നിരീക്ഷകരടക്കം ഉയർത്തിക്കാട്ടുകയാണ്. ഒരു കാലത്ത് ബംഗാളിൽ അവിടെ വലിയ രീതിയിൽ ആർഭാടമായി അല്ലെങ്കിൽ ശക്തമായി തന്നെ നിലകൊണ്ടിരുന്ന തൃണമൂൽ കോൺഗ്രസ് ആകട്ടെ ഇന്ന് ഉൾപാർട്ടി വിമർശനങ്ങളിൽ വലിയ രീതിയിൽ പ്രതിരോധത്തിലാകുന്ന കാഴ്ചയാണ് കാണുന്നത്. നേതൃത്വത്തിനെതിരെ സ്വന്തം നേതാക്കൾ തന്നെ രംഗത്തെത്തുന്നത് പാർട്ടിക്ക് വലിയ തിരിച്ചടിയായതായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതിനിടെ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ തൃണമൂലിനെതിരെ ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. ജനവിശ്വാസം നഷ്ടപ്പെട്ട സർക്കാർ എന്നതാണ് BJPയും ഇടതുപക്ഷവും ആരോപിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കൾ വിമത നിലപാട് സ്വീകരിക്കുമോ എന്നതാണ് ഇപ്പോൾ ബംഗാൾ രാഷ്ട്രീയത്തിലെ പ്രധാന ചർച്ചാ വിഷയമാകുന്നത്. പശ്ചിമ ബംഗാളിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുമ്പോൾ തൃണമൂൽ കോൺഗ്രസിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി സ്വന്തം പാർട്ടിക്കുള്ളിലെ കലാപം നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുമോ എന്നതാണ്. അതേപോലെ തന്നെ മുൻ മന്ത്രി പാർത്ഥ ചാറ്റർജിയും നേതൃത്വത്തിനെതിരെ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. അഴിമതിക്കെതിരെ മമതാ ബാനർജി കണ്ടില്ല എന്ന നടപടി എടുത്തതും അത് പരാജയത്തിന്റെ ഉത്തരവാദിത്തം മമതയും അഭിഷേക് ബാനർജിയും ഏറ്റെടുക്കണമെന്നതായിരുന്നു ഇവരുടെ ആവശ്യം. പാർട്ടി ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടുവെന്നും അദ്ദേഹം ഇവിടെ ചൂണ്ടിക്കാണിച്ചു. പരസ്യ വിമർശനം നടത്തുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാൻ 5-അംഗ സമിതിയെ തൃണമൂൽ കോൺഗ്രസ് നിയോഗിക്കുകയും വിമർശനം ഉന്നയിച്ച പാർട്ടിയാകട്ടെ പാർട്ടി വക്താവായ റിജു ദത്തയെ 6 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട്. തിരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം കൗൺസിലർമാർ മുതൽ MP-മാർ വരെ നിരവധി പേർ ഇവിടെ പാർട്ടിയിൽ നിന്നും വിടുന്ന സാഹചര്യവും അത് കൂടുതൽ പ്രതിസന്ധി മറികടക്കാൻ മമതാ ബാനർജി ശ്രമങ്ങൾ തുടരുകയും ചെയ്യുന്നതും വലിയ ചർച്ചാ വിഷയമായി മാറുകയാണ് ഈ അവസരത്തിൽ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.